സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാലോ, ഇന്ന് ഞങ്ങളുടെ ഒരു മൂവിയുടെ വ്ലോഗാണ്. ഹലോ, നമ്മൾ സിനിമയ്ക്ക് പോട്ടോ. റെഡിയായി വണ്ടിയിൽ കയറിയാൽ ആദ്യം ഒരു സെൽഫി. ഇവിടെ തൊട്ടടുത്തുള്ള ജി സിനിമാസിലാണ് ഞങ്ങൾ മൂവി കാണാൻ വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്നും ഒരു 15 മിനിറ്റ് ദൂരം 2 വീലറിൽ. അപ്പോൾ ഞാനും മെയ്യും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു മൂവിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. പുറത്തൊക്കെ ആണെങ്കിൽ വലിയ തിരക്കും ബഹളം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കത്തെ ഷോ. അപ്പോൾ സർവ്വമായ കാണാനുള്ള ആ ഒരു ത്രില്ലിൽ ഇവാനി പോവാണ്. 2 കയ്യിലും പോപ്കോൺ ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് ലിയോ മൂവിയാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കാണുന്നത് സർവ്വമായയാണ്. അപ്പോൾ ആ ഒരു ത്രില്ലും പുള്ളിക്കാരത്തേക്ക് ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിലേക്ക് വരുന്നത്. തൊട്ടടുത്താണെങ്കിലും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അപ്പം കയറിയപ്പോൾ തന്നെ നല്ലൊരു ബ്ലൂ കളറായിരുന്നു. ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സീറ്റും കണ്ടുപിടിച്ചിരുന്ന് സ്ക്രീൻ ഓൺ ആവുന്നതിന് മുന്നേ ആളിവിടെ പരിപാടി തുടങ്ങി, പോപ്കോൺ കഴിക്കൽ. ഞാനപ്പോൾ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുണ്ട്. കൂടുതലും ഫാമിലീസാണ് മൂവി കാണാനായിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ടിനെ ഈ അവസരത്തിൽ നന്ദിയോട് ഓർക്കുന്നു. അപ്പോൾ സ്ക്രീൻ ഓണായി മൂവി തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂവി കണ്ടിട്ട് വരാം. ഇൻ്റർവെൽ ടൈമിൽ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി മൂവി കഴിഞ്ഞ് കാണാം. സിനിമ എങ്ങനെ? കഥ അവിടെ കഴിഞ്ഞിട്ടില്ല. തിയേറ്ററിൽ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് ഷാർജ ഷെയ്ക്ക് കുടിക്കാൻ. എൻ്റെ മാംഗോ ഷെയ്ക്കും ഇവാനയുടെ ചോക്ലേറ്റ് ഷെയ്ക്കും എത്തി. അപ്പോൾ എങ്ങനെയാ, തുടങ്ങുമല്ലേ? ഇനിയാണ് വൻ കോമഡി. ആൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഇതിലേതെടുക്കണമെന്ന്. ടേസ്റ്റ് നോക്കിയിട്ട് പറയാമെന്നായി. ഇപ്പോൾ എൻ്റെ മാംഗോ ഷെയ്ക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. പക്ഷേ ആൾക്ക് ചോക്ലേറ്റ് ഷെയ്ക്കും വേണം, എന്നാൽ എൻ്റെ മാംഗോ ഷെയ്ക്കും വേണം. അങ്ങനെ ലാസ്റ്റ് ആൾ ചോക്ലേറ്റ് ഷേക്ക് തന്നെ കഴിച്ചിട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. മൂവിയൊക്കെ കണ്ട് ഷേക്കൊക്കെ കുടിച്ച് ഇടയ്ക്ക് ഇതുപോലെ കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നത് നമുക്കും അവർക്കും ഒരുപോലെ ഹാപ്പി ആയിരിക്കും.